ഇന്നലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റിന്റെ ഫളാഇൽ പറയുകയും നമ്മുടെ ദൈനംദിന ജീവിതം ധന്യമാക്കാൻ ദുന്യവിയും മുഖ്റവിയുമായ വിജയം നമുക്ക് ഉറപ്പുവരുത്താൻ സുബ്ഹിക്ക് ശേഷം ഒരല്പനേരമെങ്കിലും ഈ ദിക്ർ ചൊല്ലുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണമെന്ന് ഗൗരവമായി ഓർമ്മപ്പെടുത്തിയിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾക്കിത് പരിഹാരമാണ്. ടെൻഷൻ തീരാൻ, ദാരിദ്ര്യം ഒഴിവാകാൻ, ഉദ്ദേശങ്ങൾ നിറവേറാൻ, ഖൈറായ ജോലി കിട്ടാൻ, റിസ്കിന്റെ വാതിലുകൾ തുറന്നു കിട്ടാൻ, ഇങ്ങനെ ദുന്യവിയായ പല വിഷയങ്ങൾക്കും പരിഹാരമാകുമെന്നതിന് പുറമേ മരണഘട്ടത്തിലും മരണാനന്തര ലോകത്തെ വിജയത്തിനും ഇത് ഏറെ ഉപകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നിയ്യത്തൊക്കെ മനസ്സിൽ വെച്ച് ഒരു 313 തവണ നിങ്ങളിത് നാളത്തെ മജ്ലിസാകുമ്പോഴത്തേക്ക് ചൊല്ലണമെന്നും മജ്ലിസിൽ 313 തവണ നമുക്കൊന്നിച്ച് ചൊല്ലി ദുആ ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ചില സഹാബിമാരോട് പ്രത്യേകമായി മുത്ത് റസൂൽ നിർദ്ദേശിച്ച കാര്യം, നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ആ ദിക്ർ മുറുകെ പിടിച്ചോ, അത് വർദ്ധിപ്പിച്ചോ എന്നാണ്. പലരോടും മുത്തുനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 7 കാര്യങ്ങൾ പ്രിയപ്പെട്ട നബി എന്നോട് മുറുകെ പിടിക്കാൻ പറഞ്ഞു. 7 കാര്യം. സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ. അബൂദറുൽ ഗിഫാരി തങ്ങൾ പറയുന്നുണ്ട്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസബ്ഇൻ. 7 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു. ഏതൊക്കെയാണ് ആ 7 കാര്യമെന്നറിയോ? അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുവ്വി മിൻഹും. അതിൽ ഒരു കാര്യം, പാവപ്പെട്ടവരെ പരിഗണിക്കണം, അവരെ അവഗണിക്കരുത്. അത്യാവശ്യ സമ്പത്തും സൗകര്യങ്ങളും അധികാരങ്ങളുമൊക്കെ ഉണ്ടായി ഒരു നിലയിലെത്തുമ്പോൾ സാധുക്കളെ, പണ്ട് കൂടെ കഴിഞ്ഞവരെയൊക്കെ മറന്നു പോകുന്നൊരു രീതി അതുണ്ടാവാൻ പാടില്ല. എപ്പോഴും മിസ്കീന്മാരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, അവരെ ഇഷ്ടപ്പെടുകയും അവരോടടുക്കുകയും ചെയ്യണം. പിന്നെയോ വഅമറനീ അൻഅൻളുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖീ. രണ്ടാമത്തെ ഒരു കാര്യം, എപ്പോഴും നീ നിന്നേക്കാൾ താഴെയുള്ളവരുമായി താരതമ്യം ചെയ്ത് വിലയിരുത്തണം. നിന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കിയിട്ട് നിന്റെ കുറവുകൾ, പോരായ്മകൾ, നിനക്കല്ലാഹു തന്നതിലുള്ള കമ്മികൾ അതിനെ വിലയിരുത്തരുത്. എന്ന് പറഞ്ഞാൽ, നീ നിന്നെ താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി നിന്നേക്കാൾ പ്രയാസപ്പെടുന്നവരിലേക്ക് നോക്കിയിട്ട് വേണം താരതമ്യം ചെയ്യാൻ. വലിയ ബംഗ്ലാവുള്ള ആളുകൾ, ഉന്നതമായ ലക്ഷങ്ങൾ മാസം ശമ്പളം വാങ്ങുന്ന വലിയ ജോലിക്കാർ, ഇങ്ങനെയുള്ളവരിലേക്ക് നീ നിന്നെ താരതമ്യം ചെയ്തിട്ട് ഞാനൊന്നുമില്ലാത്തവനായി പോയല്ലോ, അങ്ങനെ ചിന്തിക്കല്ല. അങ്ങനെയാണെങ്കിൽ സമാധാനം ഈ ലോകത്തുനിന്ന് കിട്ടൂല. ഏത് വിഷയത്തിലും നമ്മളെക്കാൾ എത്രയോ മുകളിലുള്ള എത്ര ആളുകളുണ്ടാകും. നമ്മൾ ഓരോ വിഷയത്തിലും നമ്മളെക്കാൾ ആ നിലയിൽ ഭൗതിക സൗകര്യങ്ങൾ കൂടുതൽ കിട്ടിയവരിലേക്ക് മാത്രം നോക്കിയിട്ട് നമ്മളെ താരതമ്യം ചെയ്താൽ നമുക്കൊന്നും കിട്ടിയില്ല, നമുക്കൊന്നും ഇല്ലാന്നേ തോന്നൂ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമുക്കുള്ള ആഫിയത്ത് വെച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നവർ ചിന്തിക്കണം, അല്ലാഹുവേ അൽഹംദുലില്ലാ, ഇങ്ങനെയെങ്കിലും നടക്കാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ. പറ്റ കിടപ്പിലായി മലർന്നു കിടക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് ചെരിഞ്ഞു കിടക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം. അങ്ങനെയുള്ള ആളുകൾ എത്രയുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവരെത്രയുണ്ട്.
ഇങ്ങനെ ഓരോ വിഷയത്തിലും നമ്മെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെക്കാൾ പ്രയാസപ്പെടുന്നവരിലേക്ക് നോക്കിയിട്ട് വേണം താരതമ്യം ചെയ്യാൻ. അപ്പോഴേ നമുക്ക് സമാധാനമുണ്ടാകൂ. അതാണ് വഅമറനി, ഹബീബായ നബി എന്നോട് കൽപ്പിച്ചതാണ്, അന്നല്ലുറ ഇലാ മൻ ഹുവ ദൂനി വലാ അല്ലുറ ഇലാ മൻ ഹുവ ഫൗഖി. ദുനിയാവിന്റെ സുഖങ്ങൾ എന്നേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നവരിലേക്ക് നോക്കിയിട്ടല്ല ഞാൻ എന്നെ താരതമ്യം ചെയ്യേണ്ടത്. എന്നാൽ ആഖിറത്തിന്റെ കാര്യത്തിലോ, ദിക്ർ ചൊല്ലുന്ന വിഷയത്തിൽ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ, സദഖ കൊടുക്കുന്ന വിഷയത്തിൽ, ഖുർആൻ ഓതുന്ന കാര്യത്തിൽ നീ ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, താരതമ്യം ചെയ്യേണ്ടത് നിന്നേക്കാൾ കൂടുതൽ എത്രയോ ചെയ്യുന്നവരിലേക്ക് നോക്കിയിട്ടാണ്. അടച്ചോനെ, അവരൊക്കെ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെത് വളരെ കമ്മിയാണല്ലോ. അങ്ങനെ നോക്കണം. ഹബീബായ നബി എന്നോട് പറഞ്ഞതാണ്, വഅമറനി അൻ നസിലർ റഹിമ വഇൻ അദ്ബറത്. പിന്നെയോ പരമാവധി കുടുംബ ബന്ധം ചേർക്കാൻ ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കണം. ആ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാതെ കാത്തു സൂക്ഷിക്കണം. വഅമറനി അല്ലാ അസ്അല അഹദൻ ഷൈആ. എന്തൊരു കാര്യമുണ്ടെങ്കിലും റബ്ബിലേക്ക് ചിന്തിച്ച് റബ്ബിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് പറയുക. മനസ്സറിഞ്ഞ് നീ പറയുന്ന സങ്കടങ്ങൾ അള്ളാഹുവിനോട് മാത്രമാകണം. മറ്റൊരാളുടെ മുന്നിലും അയാൾക്ക് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് അയാളോട് സഹായം തേടാൻ പാടില്ല. وأمرني أن نقول بالحق وإن كان مرا. സത്യം മാത്രമേ പറയാവൂ, കൈപ്പാണെങ്കിലും. ഇതും മുത്തുനബി എന്നോട് കൽപ്പിച്ചതാണ്. വഅമറനി അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിം. പിന്നെയോ അല്ലാഹുവിന്റെ കാര്യത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടരുതേ എന്നും എന്നോട് കൽപ്പിച്ചു. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ, അത് പരിപാലിക്കുന്ന കാര്യത്തിൽ, അത് പരിഗണിക്കുന്ന കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അവര് കളിയാക്കില്ലേ, ഓ വലിയ സൂഫി എന്ന് പറയൂലേ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ആലോചിക്കരുത്. എന്തുകൊണ്ട്? നമ്മെ അല്ലാഹു പടച്ചത് റബ്ബിന് വഴിപ്പെടാനാണ്, ഇബാദത്തിനാണ്. അതുകൊണ്ട് ഞാനൊന്ന് തുപ്പിയിട്ട് ടവൽ കെട്ടി അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ കാണുന്ന കൂട്ടുകാരന്മാരും മറ്റുള്ളവരും എന്തു പറയും, അവരെന്ത് വിചാരിക്കും? ഞാനൊന്ന് താടി വളർത്തിയാൽ ആ താടി വളർത്തുന്നത് കൊണ്ട് ഞാനൊരു സൂഫിയാണെന്ന് പറയുമോ, അല്ലെങ്കിൽ ഒരു ഭീകരവാദിയാണെന്ന് പറയുമോ? അല്ലാഹുവിന്റെ കാര്യത്തിൽ ഇലാഹായ റബ്ബിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാൻ പാടില്ല. ഒരാളുടെയും ആക്ഷേപത്തെ ഭയപ്പെടരുത്. പിന്നെയോ, ഇനി ശ്രദ്ധിക്ക്. ഏഴാമതായി വഅമറനി, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചതാണ്, അന്നക്സിറ മില്ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം ഫഇന്നഹുന്ന മിൻ കൻസി തഹ്തിൽ അർശ്. ഏഴാമതായി മുത്തുനബി എന്നോട് പറഞ്ഞു, പരമാവധി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്ർ വർദ്ധിപ്പിക്കണേ. അത് സ്വർഗത്തിലെ നിധിയാണ്, അത് സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. ഇതും എന്നോട് കൽപ്പിച്ചതാണ് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം ഈ പറഞ്ഞത്. പരമാവധി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ആ ദിക്ർ വർദ്ധിപ്പിച്ചോ, എന്നാ നിനക്ക് എല്ലാ നിലക്കുള്ള സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനേ, ഇത് നിസാരമല്ല, ഔദാര്യമുള്ള ഇലാഹിന് ഇഷ്ടപ്പെട്ടതാ, അതിനുള്ള കൂലി ലഭിച്ചു കൺകുളിർക്കുന്നതാ. കഴിയുന്നതും ഇതു തിന്നു ശീലിക്കേണ്ടതാ, അലയുന്ന നാളിൽ ഏറ്റവും വിലയുള്ളതാ.
മീസാനിലെന്തൊരു ഭാരവും ഇതിനുള്ളതാ, അർശിന്റെ തണലിലിരുന്നവൻ സുഖിക്കുന്നതാ. ഔദാര്യമുള്ള ഇലാഹിനിഷ്ടപ്പെട്ടതാ, അതിനുള്ള കൂലി ലഭിച്ചു കൺകുളിർക്കുന്നതാ. ഹളീറത്തുൽ ഖുദ്സിൽ അവൻ ക്ഷണിക്കുന്നതാ, അതിവേഗമിൽ പായുന്ന ഖൈലതിനുള്ളതാ. റിളവാനവർക്കതിൽ സ്വാഗതം നൽകുന്നതാ, പൊന്നിന്റെ സീറ്റിലിരുത്തുവാനുളരുന്നതാ. മണിമേടയിൽ ഹൂറുൽ ഹിസാൻ വിളിക്കുന്നതാ, മധുരം തുളുമ്പും ഗാനമാലപിക്കുന്നതാ. ദോഷം പൊറുപ്പിക്കാനിതെന്തൊരു നല്ലതാ, ബഹറിന്റെ പത പോലെങ്കിലും തുലക്കുന്നതാ. നീ വീട് വിട്ടിറങ്ങുമ്പഴും ഓർക്കേണ്ടതാ, ലാഹൗലലേഹ്യം തിന്നു തന്നിറങ്ങേണ്ടതാ. ആപത്തുകൾ ഏൽക്കാതെ നീ മടങ്ങുന്നതാ, ഇതുപോലെ തന്നെ മുജാഹിദും പറയുന്നതാ. ഇതിനാൽ മരിച്ചാൽ തീ തൊടാതിരിക്കുന്നതാ, അബൂ സഈദിൽ ഖുദ്രിയും പറയുന്നതാ. ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ ഇദാ, എന്നും അബൂ ഹുറൈറയിൽ നിന്നുള്ളതാ. ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ള എല്ലാം അതിനേക്കാളൊക്കെ ഖൈറാണ് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കാൻ തൗഫീക്ക് കിട്ടുക എന്ന കാര്യം എന്ന് പറയുമ്പോൾ എത്രയാണ് റബ്ബേ അതിൻ്റെ ഒരു മഹത്വം, എത്രയാണ് അതിൻ്റെ ഒരു ഫളല്. മുഅ്മിനെ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊരു 313 തവണ ഈ അനുഗ്രഹീത മജ്ലിസിൽ നമുക്കൊന്നിച്ച് ഇൻഷാ അല്ലാഹ് ആ പവിത്രമായ ദിക്ർ അതിൻ്റെ അദബ് പാലിച്ച് തന്നെ ചൊല്ലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു ഇത് ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഓരോരുത്തരും വളരെ കൃത്യമായി നിയ്യത്ത് ചെയ്തോളൂ. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എന്തെല്ലാം വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളുണ്ടോ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കതിന് പരിഹാരം കിട്ടണം. നമ്മുടെ പ്രയാസങ്ങൾ തീർത്തും പരിഹരിക്കപ്പെടണം. ദുന്യവിയും മുഹ്റവിയുമായ എല്ലാ തരത്തിലുള്ള വിജയവും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദിക്ർ കൊണ്ട് കിട്ടണം. അനവധി ആളുകൾ പലതരത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇജാബത്തുള്ള മജാലിസിൽ നമ്മുടെ മജ്ലിസിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ.